ഇവിടെ വന്നത് ആരുടെ ഐഡിയ ആയിരുന്നു? പറയണ, നിന്റെ ഐഡിയ അല്ലേ? പറ, സത്യം പറ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? സ്ഥലം കൊള്ളാം. നിന്റെ അഭിപ്രായം? എടുക്കുന്നില്ലേ? ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. പക്ഷെ നല്ലൊരു സ്ഥലമായതുകൊണ്ട് നിന്നെ ഇത്തവണ വെറുതെ വിട്ടേക്കുന്നു. ഓക്കെ, ഞാനുണ്ട്, അക്ഷയ ഉണ്ട്. അക്ഷയ് എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇനിയാണ് നമ്മുടെ ഇതിറക്കുന്നത്. ഫോക്കസ് ആവുന്നില്ല പോലും. നമുക്ക് ബ്രെഡൊന്നും വേണ്ട. തുടങ്ങുന്നത് തന്നെ 150, 210. എന്താ നിന്റെ അഭിപ്രായം? ഓക്കെ, നീയാണ് ഇതിനെല്ലാം കാരണം. എനിക്കൊരു കേക്ക് മതി ചേട്ടാ, ഒരു ബജ്ജി പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം തീരുമാനമായി. നിക്കർ കീറി ഗൈസ്, നിക്കർ കീറി ഗൈസ്. ഇത് കണ്ടോ? സ്ട്രോബെറി നമുക്ക് വേണ്ടി നേക്കഡായിട്ട് വരും. എവിടെ സ്ട്രോബെറി? വിളിക്ക് സ്ട്രോബെറി, വിളിക്ക്. നിനക്ക് കാണണം സ്ട്രോബെറി? നേക്കഡ് സ്ട്രോബെറി. ഒരു ലൈറ്റ് വിട്ടു, ഇപ്പൊ വരുവാടാ സ്ട്രോബെറി. മൂടൊക്കെ സെറ്റാക്കി. A few minutes later. ഇതാണ് സാധനം. ഇതിന്റെ പേരെന്തായിരുന്നു? പ്ലെയിൻ ചീസ് കേക്ക്. പ്ലെയിൻ ചീസ് കേക്ക്. ഓക്കെ, അക്കോംപ്ലിഷ്ഡ്. ഇങ്ങോട്ടൊക്കെ തംസപ്പ് കളിക്കും. 200 രൂപയുണ്ട് വൈഷ്ണവല്ലേ? കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തായിരിക്കണം തിണ്ടി അവൻ മസാല ദോശ പറഞ്ഞ് ക്രേവിങ്സ് ഉണ്ടാക്കുന്നു. ഒരു മസാല ദോശയും ചായ കൂടെ ആവുമ്പോൾ തന്നെ 90 സംതിങ് ആവും. ആകും. എവിടെയെങ്കിലും ഉറച്ചിരിക്കണം. നീ ക്യാമറയ്ക്ക് പോലും നിന്നെ കിട്ടുന്നില്ല. വേണോ ചായ വേണോ? അത് ചായ മതി. ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ? ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറ്റില്ല. നിങ്ങളൊന്ന് നമ്മൾ മസാല ദോശ കുടിക്കുന്നില്ലേ, കഴിക്കുന്നില്ലേ? അല്ലേ അല്ലേ? ഓക്കെ, നിനക്ക് മാത്രം മസാല ദോശ, എനിക്ക് ചായ മതി. എന്നാൽ എനിക്ക് ചായ മതി. കമോ എന്നാ ബാ, ചായയിൽ നമ്മൾ അകത്തേക്ക് കയറുന്നു. ഇറങ്ങി വരുമ്പോൾ മസാല ദോശ ആയിരിക്കൂ. എനിക്ക് തോന്നുന്നുണ്ട്. A few moments later. ഓക്കെ, മസാല ദോശ ആരംഭം. ഇന്നേക്കൊരു പൊടി കണ്ടോ? ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ why this man is called a genius. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന്